വയനാട് തിരുനെല്ലി SAUP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ഇപ്പോൾ വലിയ ആശ്വാസത്തിലാണ്. മഴയും കാറ്റും വന്നാൽ അവരുടെ സ്കൂളിലെ അസംബ്ലി ഇനി മുടങ്ങില്ല. മാത്രമല്ല, നാട്ടുകാർക്ക് മഴയും വെയിലും വകവയ്ക്കാതെ ഒത്തുകൂടാം സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ. UAE നിന്നുമുള്ള കുറേ നല്ല മനസ്സുകളാണ് അവർക്ക് ഈ സന്തോഷം സമ്മാനിച്ചത്. ടൺ കണക്കിന് ഫണ്ട് മാത്രമല്ല, ക്ലബ് FMന് സ്നേഹവും കരുതലുമുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് ഇത്. തിരുനെല്ലിക്കാടിനോട് ചേർന്നുള്ള ഒരു സ്കൂളും അതിലെ 200ഓളം വിദ്യാർത്ഥികളും ആ നാട്ടുകാരും ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം, ആശ്വാസം. പ്രവാസ ജീവിതത്തിൽ നിന്നും ഗ്രാമവിശുദ്ധിയിലേക്കുള്ള സ്നേഹസ്പർശം. ദുബായ് ക്ലബ് FM ഒരുക്കിയ കാട്ടിലൊരു ക്ലാസ് മുറി എന്ന ആശയത്തിന്റെ സാക്ഷാത്കാരമാണ് തിരുനെല്ലി SAUP സ്കൂളിലെ പുതിയ ഓഡിറ്റോറിയം. ക്ലബ് FMന്റെ ബിസിനസ് പങ്കാളികളുടെ സഹകരണത്തോടെയാണ് സ്കൂളിന് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ആവേശകരമായ ചടങ്ങിൽ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PN ഹരീന്ദ്രൻ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ TV തുറന്നാലും റേഡിയോ തുറന്നാലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഇവരുടെ പരിപാടികൾ മറ്റുള്ളത് അവതരണം മാത്രമാണ്. ഇത്തരത്തിലുള്ള സേവന മനസ്കരായ ഒരു പറ്റം മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ കേരള മണ്ണിലും അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് പോയ ബഹുമാനീയരായ ആളുകളാണ് ഈ ഗൾഫിൽ അവരധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് നമുക്കൊരു ചെറിയ താങ്ങായി തണലായി മാറുന്നതിന് വേണ്ടി സഹായിച്ചു എന്നുള്ളതിൽ ഞാനതിൻ്റെ കൃതജ്ഞത ബഹുമാനിയായ നിങ്ങൾ ഒരിക്കലും ആവർത്തിച്ച് അർപ്പിക്കുകയാണ്. പാട്ടും ആഘോഷവുമായിട്ടായിരുന്നു ഉദ്ഘാടനം. ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ല സ്മെല്ല് വരില്ലേ, അല്ലേ? അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കുറേ ഭക്ഷണങ്ങളുടെ സുഗന്ധം നമ്മുടെ മനസ്സിലേക്ക് വരും. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം വലിയ ആകാംക്ഷയിൽ വന്നോണ്ടാണെന്ന് അറിയില്ല. വരുന്ന വഴിക്ക് എന്റെ സൗണ്ട് പോയി, എനിക്ക് തീരെ സംസാരിക്കാൻ പറ്റുന്നില്ല. PTA പ്രസിഡന്റ് N സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. TMG ഗ്ലോബൽ ജനറൽ മാനേജർ ബിജു റഹ്മാൻ, അസന്റ് ENT ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും ENT സർജനുമായ ഡോക്ടർ VV ബിജിരാജ്, KVR ഗ്രൂപ്പ് ചെയർമാനും ബെസ്റ്റ് ഓട്ടോ പാർട്സ് മാനേജിംഗ് ഡയറക്ടറുമായ KP നായർ, സാദ് പ്രീകാസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ സിറാജ് മൊയ്തീൻ, സ്കൂൾ പ്രധാനാധ്യാപിക MM വിൻസി, സ്റ്റാഫ് സെക്രട്ടറി TV സാമുവൽ, മാതൃഭൂമി ബ്യൂറോ ചീഫ് KP ഷൗക്കത്ത് അലി, SSG വൈസ് ചെയർമാൻ PR മോഹൻദാസ്, സ്കൂൾ ലീഡർ PV ആര്യനന്ദ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ പ്രധാന ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് തിരുനെല്ലിയിലെ ഈ സ്കൂൾ മുറ്റത്താണ്. കാറ്റും മഴയും വന്നാൽ മുടങ്ങിപ്പോകുന്ന അസംബ്ലിയും പൊതുപരിപാടികളും, വെയിലിൽ വാടിത്തളർന്നു പോകുന്ന കുട്ടികൾ. കരുതലിന്റെ തണലിൽ ഇനി ഇവർക്കെല്ലാം ആശ്വാസത്തോടെ ഒത്തുചേരാം. ഇതുപോലുള്ള ഒരു ഓഡിറ്റോറിയം നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയും തന്നെ ഇല്ല. അന്നേരം അത് ഇങ്ങനെ നമ്മുടെ സ്കൂളിലേക്ക് ക്ലബ് FMന്റെ നേതൃത്വത്തിൽ കിട്ടിയത് വലിയൊരു സന്തോഷമാണ്. സ്കൂളിന് മാത്രമല്ല, ഈ പ്രദേശത്ത് ഒരു മീറ്റിംഗ് കൂടാനും ഇപ്പം നമ്മൾ ഗ്രാമസഭ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ നടത്തുന്നത് നമ്മുടെ സ്കൂളിലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഒരുമിച്ച് കൂടാനും എല്ലാവർക്കും ഒത്തുചേർന്നിരിക്കാനും, നേരത്തെ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് മഴയൊന്നും കൊള്ളാതെ ഒരു അസംബ്ലി കൂടാനും ഒക്കെ വലിയ ഉപകാരപ്രദമായ ഒരു സംവിധാനം തന്നെയാണ്. ക്ലബ് FMനോടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. UAEയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ക്ലബ് FM ശ്രോതാക്കളും തിരുനെല്ലിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കൈനിറയെ സമ്മാനങ്ങളുമായി എത്തി. കാട്ടിലേക്കുള്ള യാത്രയുടെ കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ വാട്ടർ കൂളർ അടക്കമുള്ള സമ്മാനങ്ങളും പഠന സാമഗ്രികളും ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങളും കുട്ടികൾക്ക് സമ്മാനിച്ചു. മാതൃഭൂമി സംഘടിപ്പിച്ച ഈ കാട്ടിലൊരു ക്ലാസ് റൂം എന്ന പരിപാടി TMGയുടെ ഒരു സാരഥിയായി എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് പോരാ, എന്തെങ്കിലും കൂടി ഇനിയും ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. കാര്യം കുട്ടികളുടെ ആവേശവും അവർക്ക് പഠിക്കാനുള്ള ഉത്സാഹവും എല്ലാം കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. നമ്മളുടെ ഒരു ചെറുപ്പകാലം വരെ ഓർമ്മ വന്നുപോയി എനിക്ക്. ഇത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം പരിപാടികൾ ഇനിയും സംഘടിപ്പിക്കണം. ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ST ക്ലാസ്സിലെ കുട്ടികളാണ് ഇവിടെ കൂടുതലും ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനും അതുപോലെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിച്ചതിൻ്റെ പേരിൽ മാതൃഭൂമിക്കും അതുപോലെ തന്നെ ക്ലബ് FMനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇനിയും ഇത്തരം പരിപാടികൾ മാതൃഭൂമിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓരോരോ സീസൺ കഴിയുമ്പോൾ കുട്ടികളുടെ എണ്ണം സ്കൂളിൻ്റെ
ഈ ലൊക്കേഷനും മാറി മാറി നിങ്ങൾ എടുക്കുന്നതിൽ തന്നെ വളരെ ഒരു ഇമ്പ്രഷൻ ഉണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിലത്തെ സ്കൂളിൽ എനിക്ക് തോന്നുന്നു 82 കുട്ടികളാണ്. അതിലും കൂടി ഇന്നിപ്പോൾ കൂടുതൽ കുട്ടികളില്ല ഈ സ്കൂൾ സെലക്ട് ചെയ്യാനും ഈ സ്കൂളിലെ കുട്ടികൾക്ക് ചെയ്യാനും കാണിച്ച ഒരു വലിയ മനസ്സുണ്ടല്ലോ. മാതൃഭൂമി, ക്ലബ് ഓഫ് ഹോമും പിന്നെ എല്ലാ സ്പോൺസേഴ്സിനും എൻ്റെ നന്ദി. പദ്ധതിയുടെ ഭാഗമായി അസന്റ് ENT ആശുപത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സ്കൂളിലെ എല്ലാ കുട്ടികളെയും ക്യാമ്പിന്റെ ഭാഗമായി പരിശോധിച്ചു. തുടർ ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. സാധാരണ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ക്യാമ്പ് എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് പോകും, അവിടെ പോയിട്ട് പേഷ്യൻസിന് അല്ലെങ്കിൽ രോഗികളെ കാണുന്നു, അവരെ ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പം അങ്ങനെ ഒരു റിവ്യൂവിനൊക്കെ വരാൻ ഇവിടുത്തെ കുട്ടികൾക്കോ അല്ലെങ്കിൽ പാരൻസിനൊക്കെ, കാരണം ഡെയിലി വേജസൊക്കെ ആയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അവർക്ക് കോഴിക്കോടേക്ക് വരാനോ ചികിത്സയ്ക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ സെറ്റപ്പും എൻഡോസ്കോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് അതിൽ അത്രയും അത്യാവശ്യമുള്ള ആളുകളെ മാത്രം ഹോസ്പിറ്റലിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചത്. TMG ഗ്ലോബൽ, അസന്റ് ENT സ്പെഷ്യാലിറ്റി സെന്റർ, KVR ഗ്രൂപ്പ്, സാദ് പ്രീകാസ്റ്റ്, ലൂയിസ് ഫിലിപ്പ്, പിറ്റ്ബുൾ, അലൈൻകോട്ട്, അൽക്വയിൽ, ഡ്രുപ്പി അഡ്വർടൈസിംഗ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്കൂളിൽ ഓഡിറ്റോറിയം നിർമ്മാണവും മറ്റ് വിവിധ പ്രവർത്തനങ്ങളും നടത്തിയത്. ക്ലബ് FM ദുബായ് പ്രോഗ്രാം ഹെഡ് നീന മനില, RJ തൻവീർ, സെയിൽസ് ഹെഡ് S ശ്രീകുമാർ, മാനേജർ KP അൻസാർ, RJ വിനീത്, RJ അനുരൂപ് തുടങ്ങിയവരെല്ലാം സ്നേഹോത്സവത്തിന് തിരുനെല്ലിയിലെത്തി. ദുബായ് ക്ലബ് FM 99.6ന്റെ 5ാമത്തെ പ്രവർത്തനമാണ് തിരുനെല്ലിയിൽ പൂർത്തിയായത്. അട്ടപ്പാടി കോട്ടമല ഊരിലേക്കായിരുന്നു ആദ്യ വനയാത്ര. തൃശൂർ മലക്കപ്പാറ, മറയൂർ ചമ്പക്കാട്, ഇടുക്കി മൂലമറ്റം, പതിപ്പള്ളി ഗവൺമെന്റ് ട്രൈബൽ UP സ്കൂൾ എന്നിവിടങ്ങളിലേക്കെല്ലാം തുടർ വർഷങ്ങളിൽ സ്നേഹത്തിന്റെയും ചേർത്തുനിർത്തലിന്റെയും കരങ്ങളുമായി ടീം ക്ലബ് FM എത്തി. വരും വർഷങ്ങളിലും ഈ സ്നേഹയാത്ര തുടരും.